ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. ഞായറാഴ്ച രാവിലെ പതിവ് പോലെ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മഴയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകാൻ റെഡിയാവുകയാണ്. ചായ ഇടാൻ പാലൊക്കെ വെച്ചിട്ടുണ്ട്. മോനുകുട്ടൻ ബ്രഷ് ചെയ്ത് വന്നു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി പള്ളിയിലോട്ട് പോവും. മോനുകുട്ടനെ സൺഡേ സ്കൂളിലാക്കും. ഞാനും മുത്തും കൂടി ഇങ്ങോട്ട് പോരും. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ 3 പേർക്കും ഞാൻ കാപ്പിയാണ് എടുത്തത്. ചായ കാപ്പി അങ്ങനെ സെപ്പറേറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. കാപ്പിയുടെ കൂടെ ഓരോ കഷ്ണം ബ്രെഡും ഉണ്ടായിരുന്നു. ബ്രെഡിൻ്റെ കൂടെ ഇമ്മിണി ജാമൊക്കെ തേച്ചാണ് ഞാൻ കഴിച്ചത്. ബ്രൗൺ ബ്രെഡാണ്. നമ്മുടെ പ്രിയങ്ങളൊക്കെ പറഞ്ഞായിരുന്നു മറ്റേ വൈറ്റ് ബ്രെഡിനേക്കാളിലും നല്ലത് ബ്രൗൺ ബ്രെഡാണ്. അപ്പോൾ അത് ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ അതാണ് വാങ്ങിക്കാറുള്ളത്. അതില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രെഡ് മേടിപ്പം അങ്ങ് നിർത്തി വെച്ചേക്കുക. പിന്നെ പഴയതുപോലെ ബിസ്ക്കറ്റ് പർച്ചേസിങ്ങും ഇപ്പം ഇല്ല കേട്ടോ. ബിസ്ക്കറ്റ് അധികം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ എല്ലാവരും കുളിച്ചൊക്കെ കഴിഞ്ഞു, ഡ്രസ്സ് ചെയ്തു. ഞാനും കുളിയൊക്കെ കഴിഞ്ഞു. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിടുന്നത്. ഇത് നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഇതെൻ്റെ പ്രിയങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. അന്ന് എല്ലാവരും ഇതെവിടുന്നാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. ആ കളർ കോമ്പിനേഷൻ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആ പച്ചയും ആ മെറൂൺ കളറും. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ പള്ളിയിലോട്ട് പോയി. കുർബാനയൊക്കെ കഴിഞ്ഞ് മോനുകുട്ടനെ സൺഡേ സ്കൂളിനും ആക്കിയിട്ട് നമ്മൾ പതിവ് പോലെ നേരെ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോവാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. ബിസ്ക്കറ്റ് തിന്നല്ലേ ജാനി മോളെ? പ്രോമിസ് തെറ്റിക്കരുത്. പ്രോമിസ് തെറ്റിച്ച കേട്ടോ. ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി ചോറുണ്ണണമെന്ന് ഞാൻ ജാനിക്കുട്ടിയോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടി ഒരു പടം വരച്ച് വെച്ചേക്കുക, അവളുടെ സ്വപ്നലോകം എന്ന് വെച്ചാൽ ജാനിക്കുട്ടിയുടെ ഒരു പടവും ചുറ്റും കുറേ ഐസ്ക്രീമും കേക്കും സ്വീറ്റ്സും ഒക്കെ. അപ്പോൾ രാജീവ് കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം ജാനിക്കുട്ടിക്കൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ട്. രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. രാജീവ് വന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ അവധിയായിരുന്നല്ലോ. അപ്പം അവന് 2 ദിവസം അവധി അടുപ്പിച്ച് കിട്ടിയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ആര് പറഞ്ഞൊന്നും മനസ്സിലാകണ്ട. സുഖമായിട്ട് കിടക്കാം. ഇതിപ്പോ പറയുന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവിടെ കിടക്കാൻ പറ്റാത്ത അവിടെ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല കേട്ടോ. കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മുത്തും ആങ്ങളെയും രാജീവും ഞങ്ങൾ 4 പേരുടെ പത്തനംതിട്ട വരെ വന്നത് കേട്ടോ ടൗണിൽ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ചിക്കൻ മേടിച്ചു, അവിടത്തേക്ക് ബീഫ് മേടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത് മേടിച്ചതാണ്, ഞാൻ വാങ്ങിച്ച് കഴിക്കാനെടുത്തത് കേട്ടോ. 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ടൗണിൽ നിന്ന് തിരിച്ചു വന്നു. നേരെ ഇവിടെ വന്ന് മോനുകുട്ടൻ അപ്പോഴത്തേക്ക് സൺഡേ സ്കൂൾ കഴിഞ്ഞ് നിൽക്കുമായിരുന്നേ. അവനെ കൂടി കൂട്ടി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാമി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കയറിയപ്പം ഞാൻ വെറുതെ 2-3 ഐസ് കഴിക്കാൻ തോന്നി. അതിനവിടുന്ന് 2-3 ഐസൊക്കെ മേടിച്ചിട്ടുണ്ടേ. അത് തന്നെ എന്തുവാടാ ഇവന്? ഒന്നുമില്ല, നീ അങ്ങോട്ട് നടക്ക രാജീവ്. ആ കുത്തി
ആക്ഷൻ ഹീറോ ബിജുവിനകത്തെ പോലെ രാജുമാമനെ ചൊറുതന പ്രയോഗം നടത്തി. ചൊറുതന എളുപ്പം പോയിച്ചു, വെളിച്ചെണ്ണ എടുത്തങ്ങ് തൂക്ക്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ കൂട്ടത്തിൽ രാജീവിനെ ചൊറുതനം കുത്തി. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ജാനിക്കുട്ടിക്ക് ഒരു വഞ്ചി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജാനിക്കുട്ടിക്ക് സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഐസൊക്കെ കഴിച്ചു. അവർ ജാനിക്കുട്ടിയും മോനിക്കുട്ടനും കൂടെ ഏണിയും പാമ്പും ഒക്കെ കളിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരുടെ വലിയ സ്നേഹത്തോടൊക്കെ ഇരിക്കും. എപ്പോഴാണെന്നറിയത്തില്ല അടി പൊട്ടുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തു. മാമിയുടെ സ്പെഷ്യൽ ഫേവറേറ്റ് ആയിട്ടുള്ള അവിയൽ വെച്ചിട്ടുണ്ട്. ബീഫ് കറിയാക്കി, പിന്നെ മോര് കറി ഉണ്ടായിരുന്നു. അപ്പോൾ മോനിക്കുട്ടൻ എനിക്കാണ് ചോറ് വിളമ്പുന്നത് കേട്ടോ. എനിക്ക് താഴെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞതിന് മോനിക്കുട്ടൻ എനിക്ക് ചോറ് വിളമ്പി ഇങ്ങ് തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ചോറിട്ടിട്ട് അങ്ങ് പോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ വരത്തില്ല. ഇവരാകെപ്പാടെ ഇടങ്ങേറെടുത്ത് അവിടെ തന്നെ നിന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും ഊണുമൊക്കെ കഴിഞ്ഞ് മാമിയൊക്കെ അയൽക്കൂട്ടത്തിന് പോയി. ഞങ്ങളെല്ലാവരും കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ പോയി കിടന്ന് ഉറങ്ങി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. 2 പേർക്കും വലിയ മൂശാട്ടയായിരുന്നു. പോരാൻ വേണ്ടിയിട്ട് പിണക്കമായിരുന്നു. പോരുന്ന കാര്യം പറഞ്ഞതിന് പിണക്കമായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് ഇച്ചിരി നേരത്തെ ഇങ്ങ് പോരുന്നു. സാധാരണ നമ്മൾ സന്ധ്യ കഴിയും വരുമ്പം. അപ്പം ഇന്ന് നേരത്തെ ഇങ്ങ് പോരുന്നു. കാരണം ഇന്ന് രാവിലെ ഞാൻ തുണി കഴുകണമെന്ന് വിചാരിച്ച് നടന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിടുന്ന കാര്യവും ഇങ്ങോട്ട് വരുന്ന കാര്യവും ഒക്കെ ഇങ്ങനെ കേട്ടോ. അപ്പം തുണി കഴുകാനുണ്ടായിരുന്നു, കഴുകിയില്ല. പിന്നെ കുറേ പണികൾ, അല്ലറ ചില്ലറ പണികളൊക്കെ വീടിനകത്തെ ഒന്നും ചെയ്യാനും ഒന്നും പറ്റിയില്ല. അവിടെ ഇരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടും കുറേ നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്ന് ഇപ്പം ഞാൻ നിർബന്ധം പിടിച്ചിങ്ങി പോരുന്നു. നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്ന് വീടാണ് അത്. അപ്പോൾ വീടായതുകൊണ്ട് ഞായറാഴ്ച ഒന്നും ഒരു പ്രശ്നമല്ല. ഇന്നലെ നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ച് ചോദിച്ചു എന്താ ചെല്ലാഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ കുറേ താമസിച്ച് വന്നപ്പോൾ അതുകൊണ്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ മുത്തിനെ അങ്ങോട്ട് വിട്ടു. പിന്നെ മോനുകൂട്ടൻ കുറേ ദിവസമായിട്ട് എൻ്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുമോ കേക്ക് ഉണ്ടാക്കണമെന്ന്. എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് നമ്മുടെ സാധാരണ കേക്കില്ലേ, സ്പോഞ്ച് കേക്ക്, അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു പരിധി വരെ സക്സസ് ആയായിരുന്നു. പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി. പിന്നെ അതിന് മെനക്കെട്ടില്ല. ചില സമയത്ത് നമുക്ക് ഓരോന്ന് ചെയ്യണമെന്ന് തോന്നില്ല, അങ്ങനെ ചെയ്തത് അത് കേട്ടോ. പിന്നെ ഈ ബോട്ടിൽ ആർട്ട് പോലെ തന്നെ ആയിരുന്നു കേക്കിന്റെ പരിപാടി. അങ്ങനെ പല വെറൈറ്റി കേക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് സക്സസ് ആയത് നമ്മുടെ നോർമൽ സ്പോഞ്ച് കേക്കാണ്. അത് ഇവർക്ക് ഇഷ്ടമാണ്. അപ്പം ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ആ കേക്കിന്റെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ഞാനൊരു പുതിയ കേക്ക് ഉണ്ടാക്കാൻ പോകും. ഇവിടെ ഈ സാധനം വാങ്ങിക്കാറില്ല, പക്ഷെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒറിയോ ആട്ടോ. ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. ഫെയിൽ ആയാലും സക്സസ് ആയാലും ഞാൻ എന്റെ പ്രിയങ്ങളെ കാണിക്കാട്ടോ. അപ്പോ ഇത് വലിയ പണിയൊന്നും ഇല്ല എന്നാണ് നമ്മളെ പല വീഡിയോയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്കിവിടെ നമുക്ക് അതിനകത്ത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കാം. ഇല്ല, മോന് തന്നു. എല്ലാവർക്കും കൊടുത്തു. അമ്മ മേടിച്ചോ? ഇല്ല. അച്ഛനും മേടിച്ചോ? ഇല്ല. ഞാൻ വെച്ച് നിനക്ക് തന്നു വിടുവോ? രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് നേരെ അവിടെ ചെന്ന് കയറിയതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ അത്താഴത്തിന് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചിക്കൻ കുക്കർ ബിരിയാണി വെക്കാം. അതാകുമ്പോ ഇച്ചിരി എളുപ്പമുണ്ടല്ലോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. കുക്കർ ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ചാക്കിയിട്ട് എത്രമാത്രം സക്സസ് ആവുമെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം മുത്ത് ഇവിടെ ഇല്ല. മോനുകുട്ടൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ മോനുകുട്ടന്റെ കൂട്ടി ഇങ്ങനെ ഡിങ്കിരി 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 പട്ടാളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങിയിരിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് സെൽഫി സ്റ്റിക്ക് ഇല്ല, ഇത് ഓടിഞ്ഞു പോയി. ഇനി ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കണം. അപ്പൊ നമുക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റിനകത്തെ ക്രീം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ.
ആഹാ, ഇതിങ്ങനെ കഴിക്കാനാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ കാണത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വേണ്ട ബിസ്ക്കറ്റിനകത്തെ ക്രീം ഇത്രയും ഇങ്ങനെ എടുത്തു. ബിസ്ക്കറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇനി നമ്മളിത് പൊടിക്കണം. ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. ഇതെല്ലാം നമുക്കൊന്ന് ക്രീമാക്കി എടുക്കണം. അതെല്ലാം ഞാൻ മിക്സാക്കും. മെഷീൻ ഇല്ലേ എന്റെ കൈ അങ്ങനെയല്ല. കറക്റ്റ് മതി. നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ബിസ്ക്കറ്റ് പൊടിക്കാനെടുക്കാം. ഇതിനെ ആദ്യം അയച്ചിടാം, അല്ലെങ്കിൽ മാമിയുടെ കൂടെ മിക്സി പണ്ടതായിപ്പോ. നമ്മൾ മിക്സിക്കകത്ത് അത് പൊടിച്ചൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി തുടങ്ങട്ടെ. നമ്മുടെ കേക്കിന്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ക്രീം ആക്കുക കേട്ടോ. പിന്നെ ദാണ്ട് അപ്പുറത്തിരിക്കുന്ന കരിക്കലമാണ് നമ്മുടെ കേക്കിന്റെ ഓവൻ ഇല്ലയോ? അത് നമ്മൾ പണ്ട് എന്തുവാ ചക്കയും കപ്പയൊക്കെ മേടിക്കുമ്പം വേവിച്ചുകൊണ്ടിരിക്കുന്ന പാത്രമാണ്. ഇപ്പം അത് ഉപയോഗിക്കത്തില്ല. അതിനൊരുമാതിരി കട്ടിയുള്ളതുകൊണ്ട് ഞാനതങ്ങ് എടുത്തതാണ്. നമ്മുടെ ചോക്ലേറ്റൊക്കെ അത് അതുപോലെ മെൽറ്റ് ചെയ്തെടുത്തേ. ഇനി നമുക്ക് കേക്ക് വെന്തോന്ന് നോക്കാം. എന്തായി തീർന്നെന്നറിയത്തില്ല, നോക്കട്ടെ. പിന്നെ അത് ഞാൻ നമ്മുടെ കുക്കർ ബിരിയാണി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കേക്ക് റെഡിയായോ എന്ന് നോക്കാം. കലമൊക്കെ മാറ്റി, കലം മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ കേക്ക് അത് ഇതുപോലൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, കൈക്കല വെച്ച് അങ്ങ് എടുക്കാം. നമ്മുടെ കേക്ക് ഒരുമാതിരിയൊക്കെ സക്സസ് ആയി കേട്ടോ. അതാണ്ട് കണ്ടോ, നമ്മൾ പ്ലേറ്റിനകത്തുനിന്ന് തിരിച്ചെടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വാ, നമ്മുടെ കേക്ക് വേണ്ട ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് അടിപൊളിയായി അടിപൊളിയായി. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് പൊടി ചുമ്മാ ഇടാം കേട്ടോ. അതിന് മുത്ത് മഞ്ച് പൊടിച്ചുകൊണ്ടിരിപ്പുണ്ട് അവിടെ. അതുകൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ കാണിക്കാമേ. മഞ്ച് തേണ്ട ഇങ്ങനെ പൊടിച്ചെടുത്തേ. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കാം. ചുമ്മാ ഒരു ഡെക്കറേഷൻ കേട്ടോ. മോനുകുട്ടനാണ് ആ ജോലി ഏറ്റെടുത്തേക്കുന്നത് കേട്ടോ. കൊള്ളാവോ? സൂപ്പറാണോ? മോനുകുട്ടൻ കട്ട് ചെയ്ത് കൊണ്ടുപോയി ഇത് മുത്തിന്. ചോക്ലേറ്റ് പറയണം, ഭയങ്കര ചോക്ലേറ്റാ. നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായി. ഞാൻ ഓരോ മുട്ടയും കൂടെ പുഴുങ്ങി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടോ? നമുക്കിത് നാളെ എടുക്കാം എന്ന് മോനുകുട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതവിടെ വെച്ചേക്കും കേട്ടോ. ഇന്ന് നമുക്ക് ഇതൊക്കെ കഴിച്ച് സമാധാനത്തെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാം അല്ലേ. പിന്നെ കേക്കിൻ്റെ ഞാൻ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് കേക്ക് വേണമെന്നൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. ഒരു ഡയറി മിൽക്കും 2 ഒറിയോയും ഇച്ചിരി പാലും മതി കേട്ടോ. ഇതിനകത്തിപ്പം അവർ ക്രീം ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ഡയറി മിൽക്ക് മേടിച്ചത് കൊണ്ടാട്ടോ അത്രയും ക്രീമി ആയത്.
ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് നല്ലതല്ലേ. പിന്നെ എന്നും കഴിക്കണ്ടല്ലോ, വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ കഴിച്ച് നോക്കാം അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തന്ന എല്ലാ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.